സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്തൊരു വിഷയമാണ് ബാല അമൃത വിഷയം. എപ്പോഴും ഇവരുടെ വിഷയങ്ങൾ വരുമ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ പ്രേക്ഷകർ എത്താറുണ്ട്. ഇപ്പോൾ ബാലയ്ക്ക് എന്താണ് ഇതിന് മറുപടിയായി പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ സത്യം എപ്പോഴും വിജയിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് ബാല ഇതിനെക്കുറിച്ച് മറുപടിയായി പറയുന്നത്. ബാലയുടെ മറുപടി തന്നെ കേൾക്കുമ്പോൾ എന്തൊക്കെ പിശകുള്ളതുപോലെ തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ബാലയുടെ ഈ ഒരു കാര്യത്തെ കുറിച്ച് അന്വേഷണം നടന്നില്ലേ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. ട്രൂത്ത് വിൽ ഓൾവേസ് വിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. വിവാഹമോചിതരായി വളരെയധികം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ലെന്ന് നിരന്തരം ബാല മീഡിയയിലും സോഷ്യൽ മീഡിയയിലും പരാതിപ്പെടാറുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം മകൾ തന്നെ ബാലയ്ക്കുള്ള മറുപടിയുമായി എത്തി. അച്ഛനെ കാണാനോ സംസാരിക്കാനോ തനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് താൻ വരാത്തത്. അച്ഛൻ എന്നെയും അമ്മയും ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെനിക്കൊരിക്കലും മറക്കാനാകില്ല. അതൊക്കെ എനിക്ക് ട്രോമയാണ്, എനിക്ക് ഭയമാണ്. അതൊന്നും എനിക്ക് മറക്കാനാകില്ല എന്ന് വീണ്ടും വീണ്ടും പാപ്പു പറയുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ മുഖത്ത് ആ ഭയം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണ് പിന്നെ അങ്ങനെ പറയുന്നത്? ആ കുഞ്ഞിനത് താല്പര്യമില്ല എന്ന് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകില്ലേ? ഒരച്ഛനല്ലേ നിങ്ങൾ? ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ ഇഷ്ടമല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് മനസ്സിലാക്കാതിരിക്കുന്നത് എന്തിനാണ്? കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കാതിരിക്കരുത്. അതുപോലെ തന്നെ ബാലയുടെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറയാനും ഒക്കെയുണ്ട്. ബാലയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പാപ്പു പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എല്ലാവർക്കും അവസാനം. പാപ്പു പറഞ്ഞത് വളരെ വ്യക്തമായ വാക്കുകളാണ്. പാപ്പു ഒരു വളർന്ന കുട്ടിയാണ്. 18 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിലും നല്ല പ്രായപൂർത്തിയായ ഒരു കുഞ്ഞു തന്നെയാണ് എന്ന് പറയാം. 18 വയസ്സ് തന്നെ ആകണമെന്നില്ല, ചിലർക്ക് അതിന്റെ പക്വതകൾ നേരത്തെ എത്തും. അങ്ങനൊരു കുട്ടിയാണ് പാപ്പു. വളരെ ചെറുതിലെയാണ് ബാലയും അമൃതയും തമ്മിൽ വേർപിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ പാപ്പുവിന് സത്യങ്ങളൊന്നും അറിയില്ല എന്ന് ബാല പറഞ്ഞിരുന്നുവെങ്കിലും പാപ്പു എല്ലാം വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും എൻ്റെ അമ്മയോ അമ്മയുടെ വീട്ടുകാരോ പറഞ്ഞു തന്നതല്ല, ഞാനിതൊക്കെ കണ്ടിട്ടുള്ളതാണ്. നിങ്ങളതൊക്കെ അറിയണം. നിങ്ങളെല്ലാവരും പറയുന്നത് എൻ്റെ അച്ഛൻ പാവമാണ്, എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നാണ്. ഈ പറയുന്നതൊക്കെ കള്ളമാണ്. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്ന് വളർന്നു. എന്തൊരു സമാധാനമാണെന്നത് എനിക്കറിയാമോ? എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ല എന്ന് പോലും പാപ്പു നാക്കെടുത്ത് പറയുകയുണ്ടായി. സ്വന്തം അച്ഛനെ ഇഷ്ടമല്ല എന്നൊരു മകൾ വന്ന് പറയുമ്പോൾ അതെന്തുമാത്രം ബുദ്ധിമുട്ട് അച്ഛനിൽ ഉണ്ടാക്കുമെന്ന് മകൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടവുമാണ്. ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടമാണെന്ന് തന്നെ പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ബാലയ്ക്ക് ഇത് എന്തു പറ്റിയെന്ന് നിരവധി പേർ ചോദിക്കുന്നു. ട്രോളുകളിലൂടെയാണ് ബാല എപ്പോഴും നിറയാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ട്രോളുകളിൽ പോലും ബാലയുടെ പേര് ആരും ഉച്ചരിക്കുന്നില്ല. എല്ലാവർക്കും ബാലയുടെ പേര് പറയാൻ പോലും മടിയാണ്. ബാല ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് അതിന് കാരണവും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.